ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ഏതൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്, കണ്ടതാണ്, തിരിച്ചറിഞ്ഞതാണ്. ഏതാ മക്കളെ അതിൻ്റെ ആദ്യ ഡിവിഷൻ? ദ നോർത്തേൺ മൗണ്ടൻസ്. ശരിയല്ലേ? നോർത്തേൺ മൗണ്ടൻസ് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഡിവിഷൻ. അപ്പോൾ നമ്മളിന്ന് നോർത്തേൺ മൗണ്ടൻസ് എൻറ്റയർലി പഠിച്ചു പോകുന്നില്ല, കാരണം ഒരുപാട് നമുക്ക് അതിനകത്ത് നിന്ന് പഠിക്കാനുണ്ട്. ബിക്കോസ് നോർത്തേൺ മൗണ്ടൻസിന് ഒരുപാട് തവണ ഒരുപാട് മേഖലയിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നോർത്തേൺ മൗണ്ടൻസിന് ഇന്ന് എന്ത് ചെയ്യുന്നില്ല, പൂർണ്ണമായും നമ്മൾ വിശകലനം ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ജംപ് ഇൻ ടു ദാറ്റ്. എന്താണ് ഈ നോർത്തേൺ മൗണ്ടൻസ്? ആരാണ് ഈ നോർത്തേൺ മൗണ്ടൻസ്? എങ്ങനെയാണ് ഈ നോർത്തേൺ മൗണ്ടൻസിൻ്റെ രൂപീകരണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്ത്യ ലാൻഡ് മാസ് ഇന്ത്യൻ ഓഷനിലൂടെ സഞ്ചരിച്ച് എത്രയോ മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, ടു ബി വെരി പ്രിസൈസ് ഒരു 10 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, ഏറ്റവും മുകളിൽ പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്ന യുറേഷ്യൻ പ്ലേറ്റ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഫലകത്തോട് അല്ലെങ്കിൽ ഒരു പ്ലേറ്റിനോട് കൂട്ടിമുട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ. 2 വ്യത്യസ്തമായ ലാൻഡ് ഫോംസ്, നമ്മളിതിനെ ഇന്ത്യൻ ലാൻഡ് മാസ് എന്ന് വിളിക്കുമെങ്കിലും വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതിനെ ഇന്ത്യൻ പ്ലേറ്റ് എന്ന് വിളിക്കാം. ഏതാണ്? ഇന്ത്യൻ പ്ലേറ്റ്. ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. നമ്മൾ ജനറൽ ജിയോഗ്രഫിക്കകത്തത് പഠിക്കുന്നതാണ്, എന്താണ് പ്ലേറ്റ് ടെക്ടോണിക്സും മറ്റു കാര്യങ്ങളും എല്ലാം എന്നുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അത് മനസ്സിലാവും പ്ലേറ്റ് ടെക്ടോണിക്സ് എന്താണെന്നുള്ളത്. പഠിച്ചു കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ പഠിച്ചവർക്കും അത് ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ അതായത് നമ്മൾ ഈ ഭൂമിയുടെ സർഫസിലുള്ള ഈ ഒരു ക്രസ്റ്റിലാണല്ലോ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ജീവിക്കുന്നത്, അല്ലേ? ഭൂമിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് പറയൂലേ, ക്രസ്റ്റ്, മാൻഡില്, പിന്നെ കോർ, അല്ലേ? ഈ ക്രസ്റ്റിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഉള്ളിൽ വരുന്നത് മാൻഡിലാണ്, മാൻഡിൽ. ഇവിടെ വരുന്നത് കോർ. അപ്പോൾ ഈ ക്രസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഈ മാൻഡിൽ മുഴുവൻ ലാവയാ അല്ലെങ്കിൽ മാഗ്മയാ. മാൻഡിലിനകത്ത് കിടക്കുമ്പോൾ നമ്മൾ അതിനെ മാഗ്മ എന്നാണ് വിളിക്കുക, മാഗ്മയാ. അപ്പോൾ ആ മാഗ്മയ്ക്ക് മുകളിൽ ഫ്ലോട്ട് ചെയ്താണ് ആക്ച്വലി ആര് കിടക്കുന്നത്? ഈ ക്രസ്റ്റ് എന്ന് പറയുന്ന റീജിയൻസ് ആക്ച്വലി കിടക്കുന്നത്. അപ്പോൾ അതിൽ പിന്നെ ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ഒരു റീജിയനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും, വിച്ച് വിൽ ബി കമ്മിങ് ക്രസ്റ്റും അപ്പർ പാർട്ട് ഓഫ് ദി അപ്പർ മാൻഡിലിൻ്റെ അപ്പർ പോർഷനും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുക. നമ്മൾ ജനറൽ ജിയോഗ്രഫിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ. ലിത്തോസ്ഫിയർ എന്ന് വിളിക്കാം. ഈ ലിത്തോസ്ഫിയറുകളെയാണ് നമ്മൾ എസെൻഷ്യലി എന്ത് വിളിക്കുന്നത്? പ്ലേറ്റുകൾ എന്ന് വിളിക്കുന്നത്, വിച്ച് ആർ സപ്പോസ് ടു മൂവ്. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവർ മാഗ്മയുടെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതായതുകൊണ്ട് തന്നെ അവർക്ക് മൂവ്മെന്റ് പോസിബിൾ ആണ്. കിട്ടുന്നുണ്ടോ? ആ ലിത്തോസ്ഫിയർ പ്ലേറ്റുകൾക്ക് എന്ത് പോസിബിൾ ആണ്? മൂവ്മെന്റ് പോസിബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ലിത്തോസ്ഫിയർ പ്ലേറ്റുകളിൽ ഒന്നായി പരിഗണിക്കാവുന്നവനാണ് നമ്മുടെ ഈ ഇന്ത്യൻ പ്ലേറ്റ്. അതുപോലെ മറ്റൊരു പ്ലേറ്റ് ആണ് ഈ യുറേഷ്യൻ പ്ലേറ്റ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്, വിച്ച് ഈസ് ഓൾറെഡി പ്ലേസ്ഡ് ഓവർ ദെയർ. ഈ ഇന്ത്യൻ പ്ലേറ്റ് മറ്റൊരു ലാൻഡ് മാസിൽ നിന്നും വിട്ടുമാറി ഇന്ത്യൻ ഓഷനിലൂടെ സഞ്ചരിച്ച്, എർത്തിന്റെ റൊട്ടേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ പരിഗണിക്കാം, സഞ്ചരിച്ച് ആരിൽ വന്ന് മീറ്റ് ചെയ്യുന്നു? യുറേഷ്യൻ പ്ലേറ്റിൽ വന്ന് മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യൻ പ്ലേറ്റ് സഞ്ചരിച്ച് യുറേഷ്യൻ പ്ലേറ്റിൽ വന്ന് മീറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുക. അപ്പോൾ ഈ രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൂട്ടിമുട്ടലിൻ്റെ ബലത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്ത് സംഭവിക്കാം? ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് സംഭവിക്കാം. ശരിയല്ലേ? നിങ്ങൾക്ക് എൻ്റെ ഈ കയ്യിൽ നടക്കുന്ന ഈവൻ്റ് എന്താണെന്ന് വെച്ചാൽ അത് നോക്കിയാൽ മതി. കണ്ടോ? ഇങ്ങനെ അത് ഉയർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ അപ്ലിഫ്റ്റ്മെൻറ്റ് കാരണമുണ്ടായ പർവ്വതനിരയാണ് ഈ ഇന്ത്യയുടെ ഈ ഒരു പോർഷനിലായിട്ട് യുറേഷ്യൻ മേഖലയെയും ഇന്ത്യയെയും സെപ്പറേറ്റ് ചെയ്യുന്നതായി പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് പോലെ എന്ന രീതിയിൽ ഫോം ചെയ്തിരിക്കുന്ന പർവ്വതനിര എന്ന് പറയുന്നത്. ഈ ഭാഗത്തൊക്കെ അത് ഫോം ചെയ്യുന്നുണ്ട്, ബിക്കോസ് ആ ഒരു ജോയിനിങ് ഉണ്ട് അവിടെ എല്ലാണോ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഈ ഭാഗത്തെല്ലാം അത് ഫോം ചെയ്യുന്നുണ്ട്. കിട്ടുന്നുണ്ടോ? അപ്പോൾ ദിസ് ഇസ് ഹൗ ദി നോർത്തേൺ മൗണ്ടൻസ് ഹാസ് ആക്ച്വലി എന്താ പറയുക, സ്റ്റാർട്ടഡ് ഫോമിങ്. അപ്പോൾ അതിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റുമായിട്ട് കൂട്ടിമുട്ടിയത് കൊണ്ടുള്ള അപ്ലിഫ്റ്റ്മെൻറ്റ് മൂലം രൂപീകൃതമാകുന്നതാണ് ഈ ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത്. പിടികിട്ടുന്നുണ്ടോ? ഹിമാലയം എങ്ങനെ രൂപീകൃതമാകുന്നു എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ഉത്തരം. കാരണം ഈ ഉത്തര പർവ്വത മേഖലയുടെ ഭാഗമാണ് ആര്? ഹിമാലയ പർവ്വത നിരകൾ എന്ന് പറയുന്നത്. നമുക്കത് നോക്കാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? റൈറ്റ്. അപ്പോൾ ഇന്ത്യൻ പ്ലേറ്റ് ആരുമായിട്ട് കൂട്ടിയോജിപ്പിച്ചു? യുറേഷ്യൻ പ്ലേറ്റുമായിട്ട് നമ്മൾ കൂട്ടിയോജിപ്പിച്ചു. The northern mountains are the outcome of the collision between the Indian plate and the Eurasian plate. അപ്പോൾ അത് വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നോണം. ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റുമായിട്ടാണ് കൂട്ടിമുട്ടിയിരിക്കുന്നത്. ഇത് ഒരുപാട് തവണ PSC ചോദിച്ചതായതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് കേട്ടോ. മൾട്ടിപ്പിൾ ടൈംസ് PSC ഹാസ്
ടേക്കൻ ദിസ് ക്വസ്റ്റ്യൻ. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി പിന്നീട് ചോദിച്ച കാര്യം ഇതിൻ്റെ കാലഘട്ടം ഏതാണെന്ന് ചോദിക്കാം. ഏത് കാലഘട്ടം ഏതാണെന്ന് ചോദിക്കാം. ഇപ്പോൾ ഗോണ്ട്വാന ലാൻഡ് മാസിൽ നിന്ന് ഇന്ത്യൻ പ്ലേറ്റ് വിട്ടുമാറി യുറേഷ്യൻ പ്ലേറ്റിലേക്ക് വന്ന് കൂട്ടിമുട്ടുന്ന കാലഘട്ടം ഡ്യൂറിങ് ദി ക്രെറ്റേഷ്യസ് പീരീഡ്. ഇതാണ് പീരീഡ് ഡ്യൂറിങ് ദി ക്രെറ്റേഷ്യസ് പീരീഡ്. ഇന്ത്യൻ പെനിൻസുല ബ്ലോക്ക് അവേ ഫ്രം ദി ഗോണ്ട്വാന, നമ്മളെ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു ലാൻഡ് മാസ് അല്ലേ ഗോണ്ട്വാന ലാൻഡ് മാസ് നമ്മൾ പറയാം, ഗോണ്ട്വാന ലാൻഡ് മാസ്, ആൻഡ് സ്റ്റാർട്ടഡ് ഇറ്റ്സ് നോർത്ത് വേർഡ് ജേർണി. The Tethys present between the two plates got squeezed forming a geosyncline. അതായത് തെത്തീസ് എന്ന് പറയുന്ന ഒരു സീ ആണ്. തെത്തീസ് സീ എന്ന് പറയുന്ന ഒരു കടൽ അല്ലെങ്കിൽ ഒരു തടാകം, വലിയൊരു തടാകം എവിടെ ഉണ്ടായിരുന്നു, ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്നു, ഈ ഫോം ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് ഈ ഒരു കൂട്ടിമുട്ടൽ കാരണം പിന്നീട് അത് എന്ത് ചെയ്ത് പോയി, അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോയി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇനി ഒരു ജിയോസിൻക്ലൈൻ അവിടെ തുടങ്ങി എന്ന് പറയുന്നത്. എന്താണ് ഈ ജിയോസിൻക്ലൈൻ? ജിയോസിൻക്ലൈൻ ഈസ് എ giant downward fold of the earth's crust with associated upward fold called geanticlines. ഓക്കെ, ജിയാൻഡിക്ലൈൻസുമായിട്ട്, അതായത് ഈ രണ്ട് തമ്മിൽ കൂട്ടിമുട്ടിയിലിടാം. അപ്പോൾ കൂട്ടിമുട്ടുന്ന സമയത്ത് എസെൻഷ്യലി ഈ രണ്ട് ലാൻഡ് മാസുകളിൽ മൂവ്മെൻറ്റ് മുകളിലോട്ടാണ് നടന്നതെങ്കിലും അതിനുള്ളിലുള്ള ഫോഴ്സ് കാരണം പലയിടങ്ങളിലും എന്ത് നടക്കാം, ഒരു ഡൗൺവേർഡ് ഫോൾഡിങ്ങും അപ്വേർഡ് ഫോൾഡിങ്ങും എല്ലാം നടക്കും ഈ പറയുന്ന മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. ആ ഡൗൺവേർഡ് ഫോൾഡ് വരുന്ന പ്രദേശങ്ങളാണ് നമ്മൾ ജിയോ സിൻക്ലൈൻസ് എന്ന രീതിയിൽ പറയുന്നത് എന്നുള്ളതാണ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് അല്ല കാര്യം, എന്നാലും ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഫോൾഡുകൾ ഉണ്ടായി, ജിയോ സിൻക്ലൈൻസ് ഉണ്ടായി എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന പർവ്വതനിര, ഏത് പർവ്വതനിര, ഉത്തര പർവ്വതനിരയെ അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടൻസ് എൻറ്റയർലി നമ്മൾ എന്ത് തരത്തിലുള്ള പർവ്വതമാണെന്ന് പറയും, ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറയും. എന്തോ പറയും, ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറയും, മടക്കു പർവ്വതങ്ങളെന്ന് മലയാളത്തിൽ പറയും. കണ്ടോ, ഇതാണ് ആ ഒരു ജിയോ സിൻക്ലൈൻസിൻ്റെ ഒക്കെ ഒരു രീതി അല്ലെങ്കിൽ ഒരു കണ്ടോ, രണ്ട് പർവ്വതം തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് മടക്കുകൾ ഇങ്ങനെ അതിൻ്റെ ഓരോ ലെയറിനും ഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദിസ് ഇസ് വൈ വി കോൾ ദിസ് മൗണ്ടൻ ആസ് എ ഫോൾഡ് മൗണ്ടൻസ്. Fault mountains are formed due to the compression of sedimentary rock strata of the Earth's crust. This process is known as folding. Fold mountain ഉണ്ടാകുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേര് ഫോൾഡിംഗ് എന്ന് വിളിക്കുക. The Himalayas and the Alps were formed through this process. ഹിമാലയ പർവ്വതനിരകളും അതുപോലെ ആൽപ്സ് പർവ്വതവും എല്ലാം ഏത് രീതി തന്നെയിലാണ് ഫോം ചെയ്തിരിക്കുന്നത്, ഇത്തരത്തിലുള്ള ഫോൾഡിംഗ് എന്ന ഫലത്തിൻ്റെ അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ ഫലമായി തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്ന രൂപീകൃതം ആയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഉത്തരപർവ്വത മേഖല മുഴുവൻ ഈ ഒരു രീതി തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, റൈറ്റ്. സി, ഇതാണ് ആ ഒരു ഡിക്ലൈൻ ഉണ്ടായിരുന്ന സ്ഥലം, ജിയോ സിൻക്ലൈൻ. അവിടെ കടൽ വെള്ളം നിറഞ്ഞ് കടൽ ഫില്ല് ചെയ്യുന്നു, രണ്ട് പർവ്വതങ്ങളും തമ്മിൽ കൂട്ടിമുട്ടും, കണ്ടിന്യൂസ് ആയിട്ട് കംപ്രഷൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാൻഡ് മാസ് ഉയർന്ന് മുകളിലേക്ക് പോകുന്ന കാണാൻ പറ്റും. അപ്പോൾ ഈ ഭാഗത്തുണ്ടായിരുന്ന എന്ത് കടൽ ഇല്ലാണ്ടാകുന്നതും കാണാൻ പറ്റും. കടൽ ഒഴുകി മറ്റ് സൈഡുകളിലേക്ക് പോകുന്നതാണ്. കടൽ ഒഴുകി മറ്റ് കടൽ മീൻസ് കടലെന്ന് ഇവിടെ സീ എന്ന് പറയുന്നത് തടാകത്തെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സീ എന്ന് പറയുന്നത് ഇവിടെ ലേക്ക്, തടാകം പോലെയുള്ള വലിയ, നമ്മൾ റെഡ് സീ, കാസ്പിയൻ സീ, മെഡിറ്ററേനിയൻ സീ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, അതെല്ലാം കരയാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്നതാണ്. അതുപോലുള്ള നിർമ്മിതിനെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. അത് ഉയരുന്നതിനനുസരിച്ച് അതിനകത്തുള്ള വെള്ളം മുഴുവൻ ഡ്രെയിൻ ചെയ്ത് അപ്പുറം ഒക്കെ ആയിട്ട് പോകും. പിന്നെ അതിനുശേഷം അവിടെ ആ ഒരു ലേക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വാട്ടർ ഹോൾഡിംഗ് ഏരിയയുടെ നിർമ്മിതി കാണാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. സോ വിൽ ബി ലുക്കിംഗ് ഇൻ ടു ദി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളൊന്ന് നോക്കുക. ഇവിടെ ഒട്ടനവധി വരകൾ വരച്ചു വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇത് കേവലം വരകളല്ല, ഇതെല്ലാം ഓരോ പർവ്വതനിരയാണെന്ന് ആലോചിച്ചാൽ മതി. ഈ പർവ്വതനിരകളിൽ പ്രധാനികളായവന്മാർ പലരും വന്ന് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പോയിന്റ് കണ്ടോ, ഈ ഒരു പോയിന്റിൽ നോക്കിയപ്പോൾ ഇവിടെ നിന്നൊരു പർവ്വതനിര വന്ന് ജോയിൻ ചെയ്തു. അവൻ്റെ പേര് ടിയാൻഷൻ. ടിയാൻ ഷാൻ എന്നോ ടിയാൻ ഷെൻ എന്നോ പറയാം കേട്ടോ, ടിയാൻഷൻ. അതുപോലെ മറ്റൊരു പർവ്വതനിര ഇതാ പോകുന്നു, അവൻ്റെ പേര് കുൻലുൻ. വേറൊരു പർവ്വതനിര ഇവിടെ നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്നു, അവൻ്റെ പേര് ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ, ഹിന്ദുക്കുഷ്. പിന്നെ ഇവിടെ നിന്ന് താഴേക്ക് മറ്റൊരെണ്ണം വരുന്നുണ്ട്, അവൻ്റെ പേര് കാരക്കോറം പർവ്വതനിരകൾ, കാരക്കോറം. പിന്നെ ഈ പാകിസ്ഥാനിൽ നിന്ന് മുകളിലേക്ക് ഒരു വര സുലൈമാൻ റേഞ്ച്. ഇങ്ങനെ കാരക്കോറത്തിന് തെക്ക് ഭാഗത്തായിട്ട് ലഡാക്ക് റേഞ്ച്, സസ്കർ റേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റ് 2-3 വരകളും പിന്നെ വീണ്ടും ഒരു 3 വരയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു പർവ്വതങ്ങളാണ്. അപ്പോൾ എസെൻഷ്യലി ഈ പർവ്വതങ്ങളിൽ പ്രധാനികളെല്ലാം വന്ന് കൂട്ടിമുട്ടിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു ജോയിന്റിലാണ് അല്ലേ, ഈ ഒരു പോയിന്റിലാണ്, വേർ ഓൾ ദീസ് മൗണ്ടെയ്ൻസ് കം ആൻഡ് മീറ്റ്. അപ്പോൾ ഈ ഒരു മീറ്റിംഗ് ജംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാമീർ നോട്ട്. നോട്ട് എന്ന് പറയുമ്പോൾ ഒരു കെട്ട് എന്നാണ് പറയുക. നമ്മളെല്ലാം ഈ
പലയിടത്തുനിന്നും കയറുകൾ കൊണ്ടുവന്ന് ഒരിടത്ത് കെട്ടിവെക്കുമ്പോൾ ആ ഒരു ജംഗ്ഷനെ നമ്മൾ കെട്ടെന്ന് പറയാമല്ലോ, ജംഗ്ഷൻ നമുക്ക് കെട്ടെന്ന് പറയാം. അതുകൊണ്ടാണ് അതിനെ പാമിർ നോട്ട്, പല പർവ്വതനിരകൾ വന്ന് കയറുന്ന പർവ്വതക്കെട്ട് എന്നുള്ളത് കൊണ്ടാണ് അതിനെ പാമിർ നോട്ട് എന്ന് വിളിക്കുന്നത്. ഈ പാമിർ നോട്ടിനെ റൂഫ് ഓഫ് ദി വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താ അറിയപ്പെടുക? റൂഫ് ഓഫ് ദി വേൾഡ്. ഇപ്പോൾ റൂഫ് ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തുക എന്ന് ചോദിച്ചാൽ ഏതാ മക്കളെ? അത് പാമിർ നോട്ടാണ്. കാര്യം ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരകൾ ഉൾപ്പെടെ വരുന്നവരെ ഒക്കെ കൊണ്ടുവന്ന് മീറ്റ് ചെയ്യിച്ച് നിൽക്കുന്നവൻ, ഒരു കൊട പോലെ ആക്ട് ചെയ്യുന്ന, റൂഫ് ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മേൽക്കൂര പോലെ ആക്ട് ചെയ്യുന്നവനാണ് ആര്? ഈ പാമിർ നോട്ട്. അവിടെ നിന്നാണ് ഈ പർവ്വതനിരകളെല്ലാം ഇങ്ങനെ പോയേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇവൻ എന്ത് വിളിക്കുന്നത്? റൂഫ് ഓഫ് ദി വേൾഡ് എന്ന് വിളിക്കുന്നത്. ദ നോർത്തേൺ മൗണ്ടൻസ് that form the north and the northeastern boundary of the Indian subcontinent includes several mountain ranges that originates from the Pamir Knot known as the roof of the world. Already ഞാൻ പറഞ്ഞു Pamir Knot നെ roof of the world എന്ന് അറിയപ്പെടുന്നു. And it extends up to the Purvanchal in the east. അതായത് എസെൻഷ്യലി പറഞ്ഞാൽ ഇതിന് മുമ്പ് വേറൊരു പോയിന്റും കൂടെ നമ്മൾ പറയണം. ഈ നോർത്തേൺ മൗണ്ടൻസ് എന്ന് പറയുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് അല്ലേ. അപ്പം നോർത്തേൺ മൗണ്ടൻസിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് 3 പർവ്വത നിരകളായിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 3 പർവ്വത നിരകൾ ആരുടെ ഭാഗമായിട്ട് പറയാൻ സാധിക്കും? നോർത്തേൺ മൗണ്ടൻസിൻ്റെ എന്താ പറയുക രീതിയിൽ പറയാൻ സാധിക്കും. ഒന്ന് ട്രാൻസ് ഹിമാലയ, 2 ഹിമാലയാസ്, 3 പൂർവാഞ്ചൽ. ഇതാണ് 3 പൂർവാഞ്ചൽ. അപ്പോൾ ഈ പൂർവാഞ്ചൽ, ഹിമാലയ, ട്രാൻസ് ഹിമാലയ എന്ന ഈ 3 നിരകളും കൂടി അടങ്ങുന്നതാണ് എന്ത് മക്കളെ? നമ്മുടെ നോർത്തേൺ മൗണ്ടെയ്ൻസ് എന്ന് വിളിക്കുന്ന മേഖല എന്ന് തിരിച്ചറിയാം. ദിസ് ഇസ് വാട്ട് എ നോർത്തേൺ മൗണ്ടൻ ഈസ്. ക്ലിയർ ആണോ? അപ്പോൾ ഇതിൽ ഈ ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നയാളുടെ ഭാഗമായിട്ട് വരുന്നവന്മാരെ നിങ്ങൾ ഈ കണ്ടത് അല്ല, കാരക്കോറം നിര എന്നൊക്കെ പറയും. നമ്മൾ ഈ പാമിർ നോട്ടുമായിട്ട് കണക്ട് ചെയ്തു എന്ന് പറഞ്ഞ ആളില്ലേ കാരക്കോറം ഒക്കെ, അവന് കാരുടെ ഭാഗമാണ്? ഈ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. അതിന് താഴെയായിട്ട് കണ്ട ലഡാക്കും സസ്കറും ഒക്കെ ഈ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. ഹിമാലയം കഴിഞ്ഞിട്ട് വീണ്ടും വടക്കായിട്ട് കാണുന്ന പർവ്വതനിരയാണ് ട്രാൻസ് ഹിമാലയം. അതിന് താഴെയാണ് ഈ ഹിമാലയ പർവ്വതനിരകൾ കാണുക. ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്തായിട്ട് കാണുന്ന ആളാണ് ആര്? പൂർവാഞ്ചൽ മലനിരകൾ. ആര്? പൂർവാഞ്ചൽ മലനിരകൾ. ഈസ്റ്റേൺ ഹിമാലയാസ് എന്നൊക്കെ വിളിക്കാം. ഈസ്റ്റേൺ ഹിമാലയാസ് എന്നോ ഈസ്റ്റേൺ ഹിൽസ് എന്നൊക്കെ പറയാവുന്ന മേഖലയാണത്. ക്ലിയർ ആണേ? റൈറ്റ്. ഇനി ദി പാമിർ നോട്ട് ഈസ് ദി മീറ്റിംഗ് പോയിന്റ് ഓഫ് ദി ടിയാൻഷൻ, കാരക്കോറം, കുൻലുൻ ആൻഡ് ഹിന്ദുക്കുഷ് മൗണ്ടൻ റേഞ്ചസ്. നമ്മൾ പറഞ്ഞു ഇത് പർട്ടിക്കുലർലി ഇങ്ങനെ ചോദിച്ചാൽ മതി. ഇപ്പം ടിബറ്റിലേക്ക് പോകുന്ന, പാമിർ നോട്ടിൽ നിന്നും ടിബറ്റിലേക്ക് പോകുന്ന പർവ്വത നിര ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുൻലുൻ എന്ന് പറയുക. അതുപോലെ പാമിർ നോട്ടിൽ നിന്ന് ചൈനയിലേക്ക് പോകുന്ന പർവ്വതനിര ഏത്? ടിയാൻഷൻ എന്ന് പറയുക. പാമിർ നോട്ടിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്ന പർവ്വതനിര ഏത്? ഹിന്ദുക്കുഷ് എന്ന് പറയുക. പാമിർ നോട്ടിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കടക്കുന്ന പർവ്വതനിര സുലൈമാൻ റേഞ്ചസ്. പാമിർ നോട്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കുന്ന പർവ്വതനിരയാണ് ഏതാ നിങ്ങൾ പറഞ്ഞു അത് തന്നെ. ഏത്? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാരക്കോറം നിരകൾ. കാരക്കോറം, ലഡാക്ക്, സസ്കറൊക്കെ ഉണ്ടെങ്കിലും അതിൽ കാരക്കോറം മാത്രമേ പാമിർ നോട്ടുമായിട്ട് കണക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഉള്ളൂ. അതുകൊണ്ട് ആരെ പറയുക? ഇന്ത്യയിലേക്ക് കടന്നു പോകുന്നവൻ, പാമിർ നോട്ടിൽ നിന്ന് വരുന്നവൻ, അതാരാ മക്കളെ? അത് കാരക്കോറം റേഞ്ചാണെന്ന് മനസ്സിലാക്കുക. അതാരാണ്? അത് കാരക്കോറം. ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂഷനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ കൈലാസ് നിരകളൊക്കെ നമ്മൾ പറയുന്നതൊക്കെ കേട്ടോ, ചൈന ടിബറ്റിലോട്ടൊക്കെ. എനിഹൗ, the relatively young and lofty mountain ranges have been formed by the folding of rock layers. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, റോക്കിൻ്റെയൊക്കെ ഫോൾഡിങ് കാരണമാണല്ലോ പർവ്വതം, 2 ലാൻഡ് മാസിൻ്റെയും ഫോൾഡിങ് കാരണം, 2 തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഉള്ള ഫോഴ്സ് കാരണമുള്ള ഫോൾഡിങ് കാരണമാണ് ഈ പർവ്വതങ്ങൾ ഉണ്ടായിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഈ നോർത്തേൺ മൗണ്ടെയ്ൻസ് എക്സ്റ്റെൻസ് ഫ്രം ദ റിവർ ഇൻഡസ് ഇൻ ദ വെസ്റ്റ് ടു ദ റിവർ ബ്രഹ്മപുത്ര ഇൻ ദി ഈസ്റ്റ് for nearly 2,400 kilometers and has a width ranging from 150 to 400 kilometers. ഈ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായിട്ട് പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയും എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു 12,400 കിലോമീറ്ററോളം സ്ട്രെച്ച് വരുന്ന, ലെങ്ത് വരുന്ന ഒരു സ്ട്രെച്ചാണ് നമ്മുടെ ഈ ഉത്തരപർവ്വത മേഖല എന്നുള്ളതാണ് പറയുന്നത്. വിഡ്ത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല, എന്നാലും പറഞ്ഞു തന്നേ ഉള്ളൂ. 150 മുതൽ 400 വരെ. The region has a peculiar landscape with several high peaks, glaciers and valleys. എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു സംശയമായിരിക്കണം, എന്താണ് ഈ ഗ്ലേഷ്യേഴ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഹിമാനി എന്ന് പറയുന്നത്? ഹിമാനി ഐസും തമ്മിലുള്ള വ്യത്യാസം എന്താ, അല്ലെങ്കിൽ ഗ്ലേഷ്യറും ഐസും തമ്മിലുള്ള വ്യത്യാസം എന്താ?
ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ രണ്ടും ഒന്ന് തന്നെയല്ലേ. ഇപ്പോൾ ഹിമാനി എന്ന് പറയുമ്പോഴും നമ്മൾ കരുതുന്നത് ഈ ഹിമാലയ പർവ്വത നിരകളിൽ വരുന്ന ഐസിനെയാണ്. ഐസ് അല്ലെങ്കിൽ എന്താ പറയുക, ഐസ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അല്ലേ. അല്ലെങ്കിൽ ഗ്ലേഷ്യർ എന്ന് പറയുമ്പോഴും പർവ്വതത്തിലെ ഐസ് എന്ന് പറയുമ്പോഴൊക്കെ നമ്മളത് ഒന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്താ സംഭവം? എന്താ ഈ രണ്ട് നമ്മൾ പ്രധാന വ്യത്യാസം? നോക്കിക്കേ മക്കളെ, ഹിമാനി എന്ന് പറഞ്ഞാൽ എസെൻഷ്യലി മഞ്ഞ് ഉരുകുന്ന സാഹചര്യത്തിലാകുമ്പോഴാണ് നമ്മളതിനെ ഹിമാനി എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ മഞ്ഞ് ഉരുകാൻ തക്കവണ്ണം നിൽക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ അത്തരം മഞ്ഞിനെയാണ് നമ്മൾ ഹിമാനി, അല്ലെങ്കിൽ ഉരുകി നദിയൊക്കെ ഫോം ചെയ്യുന്നില്ല. അപ്പോൾ ഹിമാലയത്തിലെ മഞ്ഞുകളുടെ കാര്യത്തിൽ മഞ്ഞുണ്ട്, ഹിമാനികളും ഉണ്ട്, അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സും ഉണ്ട്. ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്ത് എന്ത് ചെയ്യും? നദികൾക്കും മറ്റുമൊക്കെ ജലം കൊടുക്കും അല്ലേ. അപ്പം നമുക്കറിയാം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ ഹിമാലയൻ നദികൾ. ആ ഹിമാലയൻ നദികൾക്ക് വെള്ളം എവിടെ നിന്നാണ് കിട്ടുന്നത്? പല പല ഹിമാനികൾ, ബൊക്കാർച്ചു ഗ്ലേഷ്യർ പോലെയൊക്കെയുള്ള ഗ്ലേഷ്യറുകളിൽ നിന്നുള്ള മെൽറ്റിങ് കാരണം ഉണ്ടാവുന്നതാണ് അല്ലേ? അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗ്ലേഷ്യറുകൾ, താഴ്വരകളും പീക്കുകളും നമ്മൾ പറയാറില്ലേ, കൊടുമുടി എന്നൊക്കെ, അങ്ങനെയുള്ള പല രീതിയിലുള്ള നിർമ്മിതികൾ കാണാൻ സാധിക്കുന്ന പ്രദേശമാണ് നമ്മുടെ ഈ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. Based on the topographical characteristics, the northern mountain regions can be classified into 3. നമ്മൾ പറഞ്ഞ ഏതൊക്കെ? ഒന്ന് ട്രാൻസ് ഹിമാലയം, 2 ഹിമാലയാസ്, 3 the eastern hills അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പൂർവാഞ്ചൽ. Generally, mountains are the landforms with an average elevation above 900 meters from the sea level. അപ്പോൾ ആരെ എനിക്കൊരു പർവ്വതം എന്ന് കണക്കാക്കാം എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി തന്നേ ഉള്ളൂ, ഒരു അഡീഷണൽ ഫാക്റ്റ് ആയിട്ട്. അപ്പോൾ ആരാ പർവ്വതം, ആരാ മൗണ്ടൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആവറേജ് ഹൈറ്റ് മൗണ്ടൻ എന്ന് പറയുന്ന ഒരു ലാൻഡ് ഫോം, ഞാൻ ഏതെങ്കിലും ഒരു ലാൻഡ് ഫോം എടുത്തു. അപ്പോൾ നമ്മൾ എപ്പോഴും ലാൻഡ് ഫോമുകളുടെ ഉയരം അളക്കുന്നതെല്ലാം MSL എന്നാണ്. MSL എന്ന് പറഞ്ഞാൽ മീൻ സീ ലെവൽ, MSL എന്ന് പറയും. MSL മീൻ സീ ലെവൽ. അപ്പോൾ കടൽ നിരപ്പ് എന്ന് സാരം. ആ കടൽ നിരപ്പിൽ നിന്നാണ് എപ്പോഴും നമ്മൾ എന്തെടുക്കുക? ഉയരങ്ങളെ കാൽക്കുലേറ്റ് ചെയ്യുക ഏതൊരു പ്രദേശത്തിൻ്റെയും. ഇപ്പോൾ ഇവിടെയും ഞാൻ എടുക്കുന്ന ഒരു ലാൻഡ് ഫോമിൻ്റെ ഉയരം, ആവറേജ് ഉയരം, ഓക്കെ, ശരാശരി ഉയരം എന്നത് 900 മീറ്ററോ അതിൽ കൂടുതലോ ആണെങ്കിൽ, 900 മീറ്ററോ അതിൽ കൂടുതലോ ആണെങ്കിൽ ആ ഒരു ലാൻഡ് ഫോമിൽ എനിക്ക് എന്ത് വിളിക്കാം? അതിനൊരു പർവ്വതം എന്ന് വിളിക്കാം, മൗണ്ടൻ. പിടികിട്ടുന്നുണ്ടോ? അതിനെ എനിക്ക് എന്ത് വിളിക്കാം? പർവ്വതം എന്ന് വിളിക്കാം, മൗണ്ടൻ എന്ന് വിളിക്കാം. അപ്പോൾ ആരെ ഒരു പർവ്വതമായി പരിഗണിക്കുമെന്ന് ചോദിച്ചാൽ അതിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട എന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഡീറ്റെയിൽ ആയിട്ട് പോകാം. നമുക്കിന്ന് ആ ട്രാൻസ് ഹിമാലയം ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതൊന്ന് അരച്ച് കലക്കി നോക്കാം. ആരായി ട്രാൻസ് ഹിമാലയം? ഈ ചിത്രത്തിലേക്ക് പോവാം. ഞാൻ ആദ്യം ആ ചിത്രത്തിലൂടെ ഒന്ന് പറഞ്ഞു പോവാം. ഇത് ഈ നോർത്തേൺ മൗണ്ടൻസിൻ്റെ അല്ലെങ്കിൽ ഹിമാലയൻ മൗണ്ടൻസിൻ്റെ ഫിസിയോഗ്രഫി ഡിവിഷനാണ് പറയുന്നത്. നോർത്തേൺ മൗണ്ടൻസിൽ ഹിമാലയൻ, ട്രാൻസ് ഹിമാലയൻ, പൂർവാഞ്ചൽ എന്ന് പറയുന്നുവെങ്കിലും എസെൻഷ്യലി ഇത് മൂന്നിനെ നമ്മൾ ജനറലി എന്ത് തന്നെയാണ് പറയുന്നത്? ഹിമാലയം എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ മൊത്തത്തിൽ ഇതിനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് ആ രണ്ട് പേരും കൊടുത്തില്ലെങ്കിൽ തെറ്റുണ്ടോ? പറയുമ്പോൾ പ്രയോഗത്തിൽ അതിന് തെറ്റൊന്നും ഇല്ലെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു ഡിവിഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ട്രാൻസും ഹിമാലയവും പൂർവാഞ്ചലും എന്ന രീതിയിൽ 3 ഡിവിഷൻ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. നോക്കി, ഇതിൽ ഏറ്റവും വടക്കായിട്ട് ഉത്തര പർവ്വത മേഖല എന്ന് പറയുമ്പോൾ ഇത്രയും ഏരിയയും നമ്മുടെ നോർത്തേൺ മൗണ്ടൻ ആണ് അല്ലേ? ഇത് മുഴുവൻ നോർത്തേൺ മൗണ്ടനായിട്ട് വരുവാണ്. ഈ നോർത്തേൺ മൗണ്ടനായ എൻറ്റയർ സ്ട്രെച്ചിൽ ഏറ്റവും നോർത്തായിട്ട് കാണുന്നവൻ, ഏറ്റവും നോർത്തേൺ മോസ്റ്റ് ആയിട്ട് കാണുന്ന പർവ്വതനിരയാണ് ആര്? ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പം അതിൽ സംശയം വരരുത്. ഉത്തര പർവ്വത മേഖലയിൽ ഏറ്റവും വടക്കായിട്ട് കാണുന്ന പർവ്വത മേഖലയെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ് ഹിമാലയം എന്ന് വിളിക്കുന്നത് മനസ്സിലാക്കുക. ഓക്കെ. 2, ഈ ഒരു മേഖല നോക്കിക്കഴിഞ്ഞാൽ, ട്രാൻസ് ഹിമാലയൻ മേഖല നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഞാൻ ഇവിടെ ഒരു ലെജൻഡിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ട്രാൻസ് ഹിമാലയമാണെന്ന് അവർ പറയുന്നുണ്ട് അല്ലേ? റെഡ് കളറിലുള്ളത് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന 3 വര നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്പർ 1, നമ്പർ 2, നമ്പർ 3. ശരിയല്ലേ? 3 വര നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഏറ്റവും വടക്കായിട്ട് കാണുന്ന ആശാനെ നമുക്ക് എന്തോ വിളിക്കാടാ? നേരത്തെ പറഞ്ഞു, പാമിർ കെട്ടുകളുമായിട്ട് ചെന്ന് കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ട് എങ്കിൽ ആർക്ക് മാത്രമായിരിക്കും? ഏറ്റവും വടക്കുള്ള റേഞ്ചിന് മാത്രമായിരിക്കില്ലേ? അപ്പോൾ ഏറ്റവും വടക്കുള്ള റേഞ്ച് ഏതാ? പാമിറിനോട്ടുമായിട്ട് ഇന്ത്യയിൽ നിന്നും പോയി കണക്ട് ചെയ്യുന്നവൻ ആരാന്ന് പറഞ്ഞു? അവൻ കാരക്കോറം. ഏത് റേഞ്ചാ മക്കളെ? കാരക്കോറം റേഞ്ച്. അപ്പോൾ ഏറ്റവും വടക്ക്, അതായത് ഉത്തര പർവ്വത മേഖലയിലെ ഏറ്റവും വടക്കായിട്ട് കാണുന്ന ഡിവിഷനാണ് ട്രാൻസ് ഹിമാലയം. ആ ട്രാൻസ് ഹിമാലയത്തിൽ 3 പർവ്വത നിരകളുണ്ട്. ട്രാൻസ് ഹിമാലയത്തിൽ എത്ര പർവ്വത നിരകളുണ്ട്? 3 പർവ്വത നിരകളുണ്ട്. ആ 3 പർവ്വത നിരകളിൽ ഏറ്റവും വടക്കായിട്ട് കാണുന്ന, ഏറ്റവും നോർത്തേൺ മോസ്റ്റ് ആയിട്ട് കാണുന്ന പർവ്വത നിരയാണ് ഇത്? കാരക്കോറം. നമ്പർ 1 നോർത്തേൺ മോസ്റ്റ്.
ക്ലിയർ അല്ലേ? സോ ട്രാൻസ് ഹിമാലയത്തിലെ നോർത്തേൺ മോസ്റ്റ് റേഞ്ച് ഏതെന്ന് ചോദിച്ചാൽ കാരക്കോറം റേഞ്ച്. കാരക്കോറത്തിന് തൊട്ടു താഴെ എന്ന് പറയുമ്പോൾ സൗത്ത് ആയിട്ട് കേട്ടോ, കാരക്കോറത്തിൻ്റെ സൗത്ത് വേർഡായിട്ട് കാണാവുന്ന രണ്ടാമത്തെ റേഞ്ചിന് വിളിക്കുന്ന പേരാണ് ലഡാക്ക്. ഇതെല്ലാവർക്കും അറിയാം അല്ലേ, ലഡാക്കിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ ലഡാക്ക് എന്ന് പറയുന്ന ഒരു പർവ്വത നിരയാണ്, അത് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമാണ് എന്ന് ആർക്കും അറിയില്ലായിരിക്കും. എന്നാൽ അങ്ങനെ ഒരു സാധനം കൂടിയുണ്ട് കേട്ടോ. ട്രാൻസ് ഹിമാലയത്തിൻ്റെ രണ്ടാമത്തെ നിരയാണ് ലഡാക്ക് റേഞ്ച്. 3 ആരായിരിക്കും മക്കളെ? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, 3ാമത്തെ നിരയാണ് സസ്കർ. ആരാണ്? സസ്കർ റേഞ്ച്. അപ്പോൾ ട്രാൻസ് ഹിമാലയം എന്ന ഉത്തര പർവ്വത മേഖലയിലെ ഏറ്റവും വടക്കായിട്ട് കാണുന്ന പർവ്വത മേഖലയെ ഞാൻ എത്രയായി ക്ലാസിഫൈ ചെയ്തു? 3ആയി ക്ലാസിഫൈ ചെയ്തു. ആ ട്രാൻസ് ഹിമാലയത്തിൻ്റെ 3 ഡിവിഷനുകളിൽ ഏറ്റവും വടക്ക് വരുന്നയാൾ കാരക്കോറം, അടുത്ത് വരുന്നയാൾ അതിൻ്റെ സൗത്തായിട്ട് വരുന്നയാൾ ലഡാക്ക്, സദേൺ മോസ്റ്റ് ആയിട്ട് വരുന്നയാൾ വിളിക്കുന്ന പേര് സസ്കർ റേഞ്ച്. ഇത് മാറിപ്പോലും, ഇത് പഠിച്ചിട്ടുണ്ടാവണം. ചോദ്യം ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം, ട്രാൻസ് ഹിമാലയൻ നിരയിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നിരയെ വിളിക്കുന്ന പേര് ദ സദേൺ മോസ്റ്റ് റേഞ്ച് എമംഗ് ദി ട്രാൻസ് ഹിമാലയൻ മൗണ്ടൻസ്. ചോദിച്ചാൽ പറയണ്ടേ ഏതാ? സസ്കർ. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ഒരു എളുപ്പവഴി കൂടെ പറയാം. ട്രാൻസ് ഹിമാലയത്തിലെ ഏറ്റവും സൗത്തിലുള്ളവൻ സസ്കർ. സൗത്ത് സാ രണ്ടും സാ തന്നെയല്ലേ, സൗത്തിലും സായുണ്ട് സസ്കറിലും സായുണ്ട്, അങ്ങനെ ആലോചിച്ചാലും മതി. പക്ഷേ ഇത് ട്രാൻസ് ഹിമാലയത്തിലെ ആലോചിക്കാവൂ എന്ന് മാത്രമില്ല, ഹിമാലയത്തിലും ആലോചിക്കാം. ഞാൻ അങ്ങോട്ട് വരുമ്പോഴും പറഞ്ഞുതരാം. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് വെച്ചോ, സൗത്ത് സസ്കർ, ആ രീതിയിൽ നിങ്ങളൊന്ന് ആലോചിക്കാൻ പറ്റും, നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോകും. 3 ഡിവിഷൻ സെറ്റ് അല്ലേ? ആ 3 ഡിവിഷനെ നിങ്ങളിവിടെ കാണുന്നുണ്ട്. ഏതൊക്കെയാണ് 3 ഡിവിഷൻ എന്നുള്ളത് നിങ്ങളിവിടെ കണ്ടിട്ടുണ്ട്, ചിത്രത്തിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. The northernmost division of Trans Himalayas is also known as the Tibetan Himalayas. ടിബറ്റൻ ഹിമാലയ എന്ന് പറയുമ്പോൾ ഈ കാരക്കോറം റേഞ്ചിനെ തന്നെയാണ് ടിബറ്റൻ ഹിമാലയാസ് എന്ന് കൂടി പറയുന്നത് കേട്ടോ. അതായത് ഇവൻ തന്നെയാണ് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, ടിബറ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. നമ്മുടെ കൈലാസ റേഞ്ചൊക്കെ ആയിട്ട് ടിബറ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നവൻ ആ കാരക്കോറം റേഞ്ച് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ടിബറ്റൻ ഹിമാലയാസ് എന്നും വിളിക്കുന്നുവെന്ന് പറയുന്നത്. അതും വേറൊരു ചോദ്യമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. ട്രാൻസ് ഹിമാലയത്തിലെ ഏത് റേഞ്ചിനെയാണ് ടിബറ്റൻ ഹിമാലയാസ് എന്ന രീതിയിൽ വിളിക്കാൻ പറ്റുക, അതിനുള്ള പോസിബിലിറ്റി ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഏറ്റവും വടക്കനാണ്. Having an average elevation of 3,000 meters, the Trans Himalayas has an approximate width of 40 kilometers and a length of 965 kilometers. നമ്മൾ മൊത്തത്തിൽ ഉത്തരപർവ്വത മേഖലയ്ക്ക് ഏകദേശം 2,400ഓളം കിലോമീറ്റർ ടോട്ടൽ ലെങ്ത് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ഇങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ലെങ്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പരാമർശിച്ചത് കേട്ടോ. ടോട്ടൽ ലെങ്തിനെ പറ്റിയിട്ടാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്. ട്രാൻസ് ഹിമാലയം വിച്ച് ഇസ് ജസ്റ്റ് ഫോക്കസ്ഡ് ഓൺ ദിസ് മച്ച് ഓഫ് ലെങ്ത്, ഇത്രയും ലെങ്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ട്രാൻസ് ഹിമാലയത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതുകൊണ്ട് മൊത്തത്തിലുള്ള ഒരു ലെങ്ത് 965 കിലോമീറ്ററുകൾ വരെ. ദി കാരക്കോറം റേഞ്ച് കണക്ട്സ് ദി ഹിമാലയാസ് വിത്ത് ദി പാമീർ നോട്ട്. അപ്പോൾ ഹിമാലയത്തെ പാമീർ കെട്ടുകളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരവും ആര് തന്നെ? നമ്മുടെ കാരക്കോറം. അത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് അല്ലേ, നമ്മുടെ നോർത്തേൺ മൗണ്ടൻസിനെ പാമീർ കെട്ടുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളെന്ന് ചോദിച്ചാലും കാരക്കോറമാണ്. ഇനി ട്രാൻസ് ഹിമാലയത്തിനെ പാമീർ കെട്ടുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന ചോദിച്ചാലും കാരക്കോറമാണ്. ഹിമാലയത്തിനെ കണക്ട് ചെയ്യുന്ന ചോദിച്ചാലും കാരക്കോറമാണ്. ഇല്ല ഇന്ത്യയെ കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാലും കാരക്കോറമാണ്. ഇതിലേത് ചോദിച്ചാലും അവിടെ ആകെ ഇന്ത്യയിൽ നിന്ന് പോയി കണക്ട് ചെയ്യുന്നവൻ ആരേ ഉള്ളൂ? കാരക്കോറം റേഞ്ചേ ഉള്ളൂ എന്നുള്ളത് ഇതിനകത്ത് വേറെ സംശയമൊന്നും വരാൻ പോസിബിലിറ്റി ഇല്ല. കാരക്കോറം തന്നെയാണ് ഏതിൻ്റെയും ഉത്തരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇത്ര മനോഹരമായുള്ള ചിത്രം അല്ലേ? അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഹിമാലയത്തിൻ്റെ വളരെ നീല നിറത്തിലുള്ള പർവ്വതവും അതിനെ ചുറ്റി മൂടി നിൽക്കുന്ന നല്ല വെള്ള നിറത്തിലുള്ള മഞ്ഞും കണ്ട ഈ ഒരു ചിത്രം, അതിമനോഹരമായൊരു ചിത്രം. ഈ അതിമനോഹരമായൊരു ചിത്രം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ ആയിരക്കണക്കിന് രൂപ മുടക്കി എന്ത് ചെയ്യുന്നത്, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ താണ്ടി ഈ പറയുന്ന പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഈ ദൃശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ പറഞ്ഞല്ലോ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് 6 ഉണ്ട്. ഈ 6 ഡിവിഷനുകളും എൻറ്റയർലി ഡിഫറെൻറ്റ് ഡിവിഷൻസ് ആയിരിക്കും മക്കളെ. വളരെയധികം വ്യത്യസ്തരായ എന്താ പറയുക ഒരു ചിത്രമായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കണ്ണുകൾക്ക് വളരെ വ്യത്യസ്തമായൊരു ചിത്രം പ്രകാശിക്കുന്നുണ്ടാകും ഈ ഓരോ ഡിവിഷനും. ഡെസേർട്ടിൽ പോകുമ്പോഴുള്ള ചിത്രമല്ല ഈ റെയിൻ ഫോറസ്റ്റുകൾ അടങ്ങുന്ന കേരളത്തിൽ നിൽക്കുമ്പോൾ, അതല്ല തീരദേശത്ത് നിൽക്കുമ്പോൾ, അതല്ല ഉയർന്ന പർവ്വത നിരകളുള്ള ഹിമാലയം പോലുള്ള പ്രദേശത്ത് നിൽക്കുമ്പോൾ, അതല്ല പ്ലാറ്റ്യൂവിൽ പീഠഭൂമികളിൽ. ഓക്കെ, അപ്പോൾ സോ എനിഹൗ extending into Tibet, Nepal, Bhutan and parts of Pakistan and Afghanistan, it is a significant geographical and cultural area marked by its extreme terrain, unique ecosystems and important historical and cultural significance. ഇത് നമ്മുടെ ട്രാൻസ് ഹിമാലയം ഒക്കെ.
they extend from the northern regions. ട്രാൻസ് ഹിമാലയം ഭൂട്ടാനിലേക്ക് പോകുന്നില്ല, ഹിമാലയമാണ് അല്ലെ നോർത്തേൺ മൗണ്ടൻസ് ആണ് അങ്ങോട്ടേക്ക് പോകുന്നത്. നേപ്പാൾ ഭൂട്ടാൻ ഒക്കെ പറയുന്നത് ട്രാൻസ് ഹിമാലയം ലൊക്കലൈസ്ഡ് ആയിട്ട് നമ്മൾ കണ്ടതാണ്. They extend from the northern region of India, especially Ladakh, Himachal Pradesh, Uttarakhand, into Tibet. ട്രാൻസ് ഹിമാലയം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന നോർത്തേൺ റീജിയനിൽ നിന്ന് ലഡാക്ക് മേഖലകളിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്, ടിബറ്റിലോട്ട്. ടിബറ്റിനെ ചൈന അനക്സ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ബ്രാക്കറ്റിൽ ചൈന എന്ന് കിടക്കുന്നത്. അല്ലെങ്കിൽ അത് ചൈന എന്ന് പറയണ്ട, ടിബറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇന്ന് നമ്മുടെ PSC ചോദ്യങ്ങളിൽ അത് ടിബറ്റ് എന്ന രീതിയിൽ തന്നെയാണ് വരിക. ഓക്കെ, ട്രാൻസ് ഹിമാലയത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന 3 നിരകളെ പറ്റി നമ്മൾ പറഞ്ഞു. സസ്കർ റേഞ്ച് എവിടെയാണ്, ഏറ്റവും സൗത്ത് വരുന്നതാണ്, ലൊക്കേറ്റഡ് ഇൻ ലഡാക്ക്, ഇന്ത്യ. ഇറ്റ് റൺസ് പാരലൽ ടു ദി മെയിൻ ഹിമാലയൻ ചെയിൻ. ഇവിടെ വേറൊരു ചോദ്യം കൂടി എനിക്ക് സസ്കർ റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ട്രാൻസ് ഹിമാലയമാണ് ഏറ്റവും വടക്കൻ മോസ്റ്റ് വരുന്ന പർവ്വതക്കെട്ട് നോർത്തേൺ മൗണ്ടൻസിൽ. അതിന് താഴെയാണ് ആര് വരിക, ഹിമാലയാസ് വരിക എന്ന് പറഞ്ഞു. ഈ ട്രാൻസ് ഹിമാലയത്തിൽ തന്നെ 3 ഡിവിഷനുള്ള കാര്യവും നിങ്ങൾക്കറിയാം. അതിലേറ്റവും നോർത്തേൺ മോസ്റ്റ് ഡിവിഷൻ കാരക്കോറം, 2 ലഡാക്ക്, 3 സസ്കറുമാണെന്നറിയാമല്ലോ. അപ്പോൾ ചോദ്യം ഇങ്ങനെയും വരാം, ഉത്തരപർവ്വത മേഖലയിൽ ട്രാൻസ് ഹിമാലയത്തിൻ്റെ നിരകളിൽ ഏതാണ് ഹിമാലയത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്? ചോദ്യമാണ്. ട്രാൻസ് ഹിമാലയ നിരകളിൽ ഏതാണ് ഹിമാലയ പർവ്വതത്തോട് അടുത്ത് നിൽക്കുന്നത്? ആരാ? കാരക്കോറമാണോ, ലഡാക്കാണോ, സസ്കറാണോ? എടാ സസ്കർ അല്ലേ. സസ്കർ കഴിഞ്ഞാൽ പിന്നെ താഴെ വരുമ്പോൾ കാണുന്നത്, പിന്നെ സൗത്ത് വേർഡ് കാണുന്നത് നമ്മുടെ ഹിമാലയ പർവ്വത നിരകളാണ്. ഹിമാലയത്തിനുണ്ട് 3 ഡിവിഷൻ, അത് നമ്മളപ്പോൾ പഠിക്കും, ഹിമാലയം പഠിക്കുമ്പോൾ പഠിക്കാം. എനിഹൗ, ഹിമാലയത്തിനോട് ഏറ്റവും അടുത്തുള്ള ട്രാൻസ് ഹിമാലയൻ നിര ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ആരാണ് മക്കളെ? അത് സസ്കറാണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കണം, മറന്നു പോകരുത്. ഓർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ഈ ലോജിക്ക് വെച്ചങ്ങ് പഠിച്ചാൽ മതി. ഇങ്ങനെയാണ് സാധനം കിടക്കുന്നത്, അതിൻ്റെ ഒരു കിടപ്പ് വശം ഇതാണ് എന്നുള്ളത് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലോജിക്ക് വെച്ച് അത് അപ്ലൈ ചെയ്ത് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, 2 ലഡാക്ക് റേഞ്ച് ആണ്. എ പ്രോമിനന്റ് റേഞ്ച് ഇൻ ദി ലഡാക്ക് റീജിയൻ ഓഫ് ദി നോർത്തേൺ ഇന്ത്യ. കാരക്കോറം റേഞ്ച് ലൊക്കേറ്റഡ് ഫർദർ വെസ്റ്റ്. ദിസ് റേഞ്ച് ഇൻക്ലൂഡ് സം ഓഫ് ദി ഹയസ്റ്റ് പീക്സ് ഇൻ ദ വേൾഡ് സച്ച് ആസ് മൗണ്ട് K2, മൗണ്ട് ഗാഷർബൺ, രാഗപോഷി, ഹറാമോഷ് എക്സെട്ര. ഇപ്പം ഹറാമോഷ്, രാഗപോഷി, ഗാഷർബണ്, മൗണ്ട് K2 ഒക്കെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പല പർവ്വത പീക്കുകളെയും കൊടുമുടികളെയും ഉൾക്കൊള്ളുന്ന നിരയാണ് കാരക്കോറം. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ മൗണ്ട് K2 ഒരു പ്രത്യേകതയുള്ളത്, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകതയുള്ളത്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് K2. ഓക്കെ, ആരാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം മൗണ്ട് K2 ആണ്. പക്ഷെ ഇത് പാകിസ്ഥാൻ അംഗീകരിക്കില്ല. കാരണം ഇന്ത്യ വരയ്ക്കുമ്പോൾ കശ്മീർ മേഖലയിൽ നമുക്കൊരു പാക് ഒക്കുപ്പൈഡ് കശ്മീർ എന്ന് പറയുന്ന ഒരു പ്രദേശമില്ലേ, ഏറെക്കുറെ ഇങ്ങനെ വരും, പാക് ഒക്കുപ്പൈഡ് കശ്മീർ. ഇതിനെ POK എന്ന് പറയും. ഏകദേശം ഈ ഒരു പ്രദേശത്തൊക്കെ ആയിട്ടാണ് ആര് കാണുക, നമ്മൾ മൗണ്ട് K2നെ കാണുക. അപ്പോൾ വിച്ച് ഇസ് എസെൻഷ്യലി ഈ മൗണ്ട് K2 എന്ന് പറയുന്നത് എവിടെയാണ്? ആക്ച്വലി പാക് ഒക്കുപ്പൈഡ് കശ്മീരിലാണ്. നമുക്കവിടെ പ്രവേശനമൊന്നുമില്ല. പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പാക് ഒക്കുപ്പൈഡ് കശ്മീർ എന്ന് പറയുന്ന മേഖല അനധികൃതമായിട്ട് പാകിസ്ഥാൻ കയ്യിൽ വെച്ചിരിക്കുന്നതാണ് എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ, നമ്മൾ അവകാശപ്പെടുന്നത്. അപ്പോൾ അതും ആര് തന്നെയാണ്? ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. ആയതിനാൽ മൗണ്ട് K2 ആരുടെ ഏറ്റവും ഉയർന്ന കൊടുമുടി തന്നെ? ഇന്ത്യയിലെ ഏറ്റവും കൂടിയ കൊടുമുടി തന്നെ, ഏറ്റവും വലിയ കൊടുമുടി തന്നെ എന്ന് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എല്ലാവർക്കും അറിയാം, കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം, മൗണ്ട് എവറസ്റ്റ് ആണ്. പക്ഷെ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിലല്ല. പക്ഷെ മൗണ്ട് എവറസ്റ്റ് ഉൾക്കൊള്ളുന്ന പർവ്വത നിര ഇന്ത്യയിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലല്ല മൗണ്ട് എവറസ്റ്റ് എന്ന ഒരു കൊടുമുടി പീക്ക് നിൽക്കുന്നത്. പർവ്വതം വേറെ, പർവ്വത നിര വേറെ, പർവ്വത നിര വേറെ, കൊടുമുടി വേറെ, അല്ലേ? പർവ്വതനിര എന്ന് പറയുമ്പോൾ ഒരുപാട് നീളത്തിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുമായിരിക്കും. ഈ കൊടുമുടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രദേശത്തൊന്നും ഉയരം കൂടിയിട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ പലയിടത്തായിട്ട് ഇങ്ങനെ ഉയരം കൂടി ഇങ്ങനെ പൊക്കുന്നുണ്ടാവുമല്ലോ. ECG ചാർട്ടൊക്കെ നമ്മൾ വരയ്ക്കുന്ന പോലെ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ ഉയർന്നും പല ഉയരത്തിലുമൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ പർവ്വതങ്ങൾ പോവുക. ഈ ഓരോ ഉയർച്ചകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പീക്ക് 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 എന്ന് വിളിക്കുക, കൊടുമുടി എന്ന് വിളിക്കുക. അതിലേറ്റവും ഉയരം കൂടിയ ആള് മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ 2ാമത്തെ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ കൊടുമുടിയും കൂടിയാണ് ആര്? മൗണ്ട് K2. എവറസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും കൂടിയാണ് ആര് മക്കളെ? മൗണ്ട് K2, വിച്ച് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. അതെവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെ? ഏത് പർവ്വത നിരയിൽ? കാരക്കോറം. പിടികിട്ടിയ? ഇന്ത്യയിൽ ഏത് പർവ്വത നിരയിൽ? കാരക്കോറം പർവ്വത നിരയിൽ. ശ്രദ്ധിച്ചോണം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദി കാരക്കോറം റേഞ്ചസ്, വിച്ച് ഇസ് ദി നോർത്തേൺ മോസ്റ്റ് റേഞ്ച് ഓഫ് ദി ട്രാൻസ് ഹിമാലയാസ്. ട്രാൻസ് ഹിമാലയങ്ങളുടെ ഏറ്റവും വടക്കായിട്ട് കാണുന്ന പർവ്വതനിരയായ കാരക്കോറം നിരയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അല്ലെങ്കിൽ ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് എന്നതാണ്
നമുക്ക് ആവശ്യമുള്ളൊരു ഇൻഫർമേഷൻ. മറ്റേതൊക്കെ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അവന്മാരൊക്കെ അതിനകത്തുണ്ട് എന്നുള്ള അറിഞ്ഞിരുന്നാൽ മതി, പേരുകൾ ഓർത്തിരുന്നാൽ മതി. എങ്ങാനും ചോദിച്ചാൽ മൗണ്ടിൻ്റെ ഏറ്റവും വലിയ പർവ്വത പീക്കുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സാധ്യത കുറഞ്ഞ ചോദ്യമാണ്, അതെന്നാലും അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? ഈ കാരക്കോറത്തുനിന്ന് പിന്നീട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ കയറുന്ന ടിബറ്റൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്ന പ്രദേശമുണ്ട്, വിച്ച് ഇസ് ഓഫൺ കൺസിഡർഡ് ആസ് ദി സെൻട്രൽ പാർട്ട് ഓഫ് ദി ട്രാൻസ് ഹിമാലയൻ റീജിയൻ കൺസിസ്റ്റിംഗ് ഓഫ് എൻ എക്സ്റ്റെൻസീവ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഡെസേർട്ട് ലാൻഡ്സ്കേപ്പ്. ഈ കാരക്കോറത്തുനിന്ന് പിന്നെ നമ്മൾ ടിബറ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ചിത്രം, അതാണ് ടിബറ്റൻ പീഠഭൂമി എന്ന് പറയുക. അപ്പോൾ ആ ഭാഗത്താണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഒരു മിഡിൽ പോർഷൻ വരിക എന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാരക്കോറം റേഞ്ചിനെ കാണാം കൃത്യമായിട്ട്. ഈ കാരക്കോറം റേഞ്ച്, പിന്നെ ലഡാക്ക് റേഞ്ച്, സസ്കർ റേഞ്ച്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, മാനസരോവർ തടാകത്തിനടുത്ത് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു നദിയാണ് നമ്മുടെ സിന്ധു നദി എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സിന്ധു നദിയാണ് ഈ ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത്. ഈ ഒറിജിനേറ്റ് ചെയ്ത് വരുന്ന സിന്ധു നദി ഒഴുകിപ്പോകുന്നത് ആർക്കിടയിലൂടെയാണെന്ന് നോക്കിയേ മക്കളെ. അതായത് ഈ രണ്ടാമത്തെ നിര ലഡാക്ക് നിര അല്ലേ, മൂന്നാമത്തെ നിര സസ്കർ. അപ്പം ലഡാക്ക് നിരയ്ക്കും സസ്കറിനും ഇടയിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് ആര്? സിന്ധു അല്ലെങ്കിൽ ഇൻഡസ്. അപ്പോൾ ഇതിനകത്തുനിന്ന് അറിയേണ്ടത്, ഇൻഡസ് റിവർ ട്രാൻസ് ഹിമാലയൻ മേഖല കടന്നാണ് മാനസരോവറിൽ ഉത്ഭവിച്ച്, ടിബറ്റിൽ ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ കയറി ട്രാൻസ് ഹിമാലയൻ മേഖലയിലൂടെ കടന്ന് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുക ചെയ്യുന്നത്. അതിലും ട്രാൻസ് ഹിമാലയൻ നിരകളിലേക്ക് കടക്കുമ്പോൾ ഏതൊക്കെ രണ്ട് പർവ്വതനിരക്കിടയിലൂടെയാണ് സിന്ധു ഒഴുകുന്നത്? എന്തായാലും പർവ്വതത്തിന് മുകളിലൂടെ ഒഴുകാൻ പറ്റില്ല, താഴെ കൂടെ ഒഴുകാൻ പറ്റുള്ളൂ അല്ലേ, പർവ്വതക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകാൻ പറ്റുള്ളൂ. ഏതൊക്കെ രണ്ട് പർവ്വതനിരകൾക്കിടയിലൂടെ? ആ ലഡാക്കും സസ്കറും. കാരക്കോറത്തിൻ്റെ മേഖലയിലേക്ക് പോകുന്നില്ല, വളരെ ഉയരം കൂടുതലാണ്. ആ ലോജിക്ക് വെച്ച് ആലോചിച്ചാലും കിട്ടും. വളരെയധികം ഉയരം കൂടിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. ഓൾട്ടിറ്റ്യൂഡ് കുറഞ്ഞ ഇടങ്ങളിലേക്കാണ് ഒഴുകി വരിക അല്ലേ. കാരക്കോറം നിരയുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഒറിജിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വരാം, പക്ഷെ ഒഴുകി പോകുമ്പോൾ കുറച്ചും കൂടെ താഴ്ചയുള്ള സ്ഥലങ്ങളിലേക്ക് ഒഴുകി പോകാൻ ആ മൂന്ന് പർവ്വതനിരകളിൽ താഴ്ച കുറഞ്ഞതായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഏതൊക്കെ തമ്മിലുള്ള ഗ്യാപ്പാ? ലഡാക്കും സസ്കറും തമ്മിലുള്ള ഗ്യാപ്പ്. അതുകൊണ്ട് ലഡാക്ക് സസ്കർ മേഖലയ്ക്കിടയിലൂടെയാണ് ഒഴുകുന്നത് എന്നാണ് മനസ്സിലാക്കുക. ചോദ്യമാണ്, ലഡാക്ക് സസ്കർ മേഖലയ്ക്കിടയിലൂടെയാണ് ആരൊഴുകുന്നത്? സിന്ധു നദി ഒഴുകുന്നത്. അതങ്ങനെ ഒഴുകി നമ്മുടെ നംഗ പർവ്വതം കഴിഞ്ഞ് ഇവിടെ ഒരു പർവ്വതമുണ്ട്, നംഗ പർവ്വതം എന്ന് പറയും. ആ നംഗ പർവ്വതത്തെ ചുറ്റി എങ്ങോട്ടേക്ക് കിടക്കുന്നു? പാകിസ്ഥാനിലേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത് സിന്ധു നദി കേട്ടോ. അപ്പോൾ സിന്ധു മേജറായിട്ട് ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെ തന്നെയാണ്. ഇന്ത്യയിലൂടെ അങ്ങനെ കാര്യമായി സിന്ധു നദിയുടെ ഒഴുക്കും കാര്യങ്ങളും ഒന്നും നമുക്ക് പറയാനില്ല. വളരെ ചുരുക്കം കുറച്ച് ലെങ്തിൽ മാത്രമാണ് സിന്ധു നദി എവിടെ ഒഴുകുന്നത്? ഇന്ത്യയിൽ കൂടി ഒഴുകി പോകുന്നത്. അത് മാത്രമല്ല, അത് പർട്ടിക്കുലർലി നമ്മുടെ പാക് ഒക്കുപൈഡ് കശ്മീരിലൂടെയാണ് ആ മെയിൻ സിന്ധു ഒഴുകി പോകുന്നത്. പിന്നെ ഉള്ളത് സിന്ധുവിൻ്റെ ട്രിബ്യൂട്ടറികളാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നു എന്ന് പറയാനുള്ളത്. ഓക്കെ, നമ്മുടെ ചമ്പലും ചെനാബും ബിയാസും രവിയും സത്ലജും ഒക്കെ പോലുള്ള നദികളാണ്. പിന്നെ എന്തുള്ളത്? ഇന്ത്യയിലൂടെ ഒഴുകുന്നു. ചെനാബല്ല, ജലമല്ല, ചെനാബുണ്ട്. ചെനാബിന് വേറെയും പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജൊക്കെ വരുന്നത് ഈ ചെനാബ് നദിക്ക് കുറുകയായിരുന്നു അല്ലേ. നമ്മുടെ ശ്രീനഗർ, ഉധംപൂർ, ബാരാമുള്ള റെയിലിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെനാബ് റെയിൽ ബ്രിഡ്ജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കറണ്ട് അഫെയർ ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ മേഖലയൊക്കെ പഠിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ഡിസ്കസും കൂടി ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നംഗപർവ്വതം. അപ്പോൾ അങ്ങനെ ലഡാക്ക് സസ്കർ നദികൾക്കിടയിലൂടെ കടന്നു വന്ന് നംഗപർവ്വതം എന്ന പർവ്വതനിരയെ പാസ് ചെയ്ത് സിന്ധു നദി ഇങ്ങോട്ടേക്ക് ഒഴുകുകയാണ് ചെയ്യുക. പാകിസ്ഥാനിലേക്ക് ഒഴുകുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മേഖലയാണ് നമ്മുടെ അപ്പോൾ ഇതാണ് നമ്മുടെ റേഞ്ച്? ട്രാൻസ് ഹിമാലയൻ റേഞ്ച്. ഇവിടെ നിന്ന് ഫർദർ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മൾ ആ ഒരു ഇതിനെ നമ്മൾ ടിബറ്റൻ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. ആ ഒരു ടിബറ്റൻ പ്ലാറ്റ്യൂ മേഖലയിലാണ് എന്ത് വരിക? ഇത്രയല്ല കേട്ടോ, വലുതാണ്, കുറച്ചുകൂടെ വലുത് തന്നെയാണ്. ഒരു സെൻട്രൽ ട്രാൻസ് ഹിമാലയൻ മേഖലയ്ക്ക് അവിടെ ആയിരിക്കും വരിക എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പോകുന്നതൊക്കെ. ഓക്കെ, ദി ക്ലൈമറ്റ് ഓഫ് ദി ട്രാൻസ് ഹിമാലയൻ റീജിയൻ ഇസ് എറിഡ് ആൻഡ് കോൾഡ്. എറിഡ് ആൻഡ് കോൾഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. കാരണം ഒന്ന് എറിഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയില്ലാത്ത കണ്ടീഷൻ, ഡ്രൈ ആയിട്ടുള്ള സാഹചര്യത്തെയാണ് നമ്മൾ വിളിക്കുന്നത് എറിഡ് കണ്ടീഷൻ എന്ന്. അതുപോലെ തന്നെ ഉയർന്ന തണുപ്പും കാണും. ഇപ്പം ഡ്രൈ ആണല്ലോ, പിന്നെ അങ്ങനെ തണുപ്പെന്ന് ചോദിച്ചാൽ മഴയുടെ തണുപ്പല്ല, ഉയരത്തിൻ്റെ തണുപ്പാണ്. നമ്മൾ പറഞ്ഞതാണ് ആവറേജ് എലിവേഷൻ 900 മീറ്ററിൽ കൂടുതൽ വരുന്ന മേഖലകളാണ്, അല്ലെ 3000 മീറ്റർ കൂടുതൽ ഹൈറ്റുള്ള പ്രദേശങ്ങളാണ് ഈ ട്രാൻസ് ഹിമാലയം എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഉയർന്ന തണുപ്പ് നമുക്കിവിടെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല എറിഡുമാണ്. എറിഡ് എന്ന് പറഞ്ഞാൽ പ്രസിപ്പിറ്റേഷൻ ഭയങ്കര കുറവാണ്, മഴ. ഈ ലഡാക്ക് മേഖലയും ഈ ട്രാൻസ് ഹിമാലയൻ മേഖലയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡെസേർട്ടാണ്. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ കോൾഡ് ഡെസേർട്ട് നമുക്ക് വിളിക്കും. ഇത് ഡെസേർട്ടാണ്, കോൾഡ് ഡെസേർട്ട്. കോൾഡ് ഡെസേർട്ട് ആണിത് എസെൻഷ്യലി. കാരണം ഡെസേർട്ട് ആകാനുള്ള ക്രൈറ്റീരിയ ഇത്രയേ ഉള്ളൂ. 50 സെൻറ്റിമീറ്ററിൽ കുറവാണ് ആനുവൽ റെയിൻഫോൾ കിട്ടുന്നതെങ്കിൽ ആ മേഖല എനിക്ക് എന്തായിട്ട് വിളിക്കാം? ഡെസേർട്ടായിട്ട് വിളിക്കാം. ഈ മേഖല എന്ന് പറയുന്നത് എരിഡാണ്, വിച്ച് ഇസ് ആക്ച്വലി
ലെസ് ദാൻ 50 സെൻറ്റിമീറ്റർ. ലെസ് ദാൻ 50 സെൻറ്റിമീറ്റർ ആണ് എന്ത് കിട്ടുക, മഴ ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് എസെൻഷ്യലി ഇവനെ എന്ത് വിളിക്കാം, ഡെസേർട്ട് എന്ന് തന്നെ വിളിക്കാൻ പറ്റും ഇവനെ എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കുക കേട്ടോ. യെസ്, ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് എ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഡെസേർട്ട്. യെസ്, അതോടെ എഴുതിയിട്ടുണ്ടല്ലോ, ഞാനത് എഴുതിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് പറഞ്ഞു പോയതായിരുന്നു. എനി ഹൗ ദാറ്റ് ഇസ് ഓൾസോ റിട്ടൺ ഓവർ ദർ. ഇറ്റ് ഇസ് ക്ലാസിഫൈഡ് ആസ് എ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഡെസേർട്ട് വിത്ത് എ ലിറ്റിൽ precipitation mainly due to the rain shadow effect caused by the main Himalayan ranges blocking moisture from the Indian monsoon. കാരണം ഈ ട്രാൻസ് ഹിമാലയൻ റേഞ്ച് എന്ന് പറയുമ്പോൾ ഹിമാലയത്തിന് വടക്കായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നവന്മാരല്ലേ. അപ്പം ഇന്ത്യയിൽ കിട്ടുന്ന പ്രധാന മഴക്കാറ്റുകളെല്ലാം തന്നെ ഈ ഹിമാലയ പർവ്വതനിരകൾ ഇന്ത്യക്കുള്ളിൽ തന്നെ തടഞ്ഞു നിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഹിമാലയ പർവ്വതനിരകൾ തടഞ്ഞു നിർത്തി ഇന്ത്യയുടെ സമതലങ്ങളിൽ മഴ പെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് കാരണക്കാരനാകുന്നുണ്ട്. അതുകൊണ്ട് മൺസൂൺ കാറ്റുകൾ എങ്ങോട്ടേക്ക് എത്തില്ല, ഹിമാലയത്തിനെ താണ്ടി ട്രാൻസ് ഹിമാലയൻ മേഖലയിലേക്ക് പ്രവേശിക്കില്ല. അങ്ങനെ ട്രാൻസ് ഹിമാലയൻ മേഖലയിലേക്ക് വന്നാലേ ഉള്ളൂ ആർക്ക് മഴ, ട്രാൻസ് ഹിമാലയൻ മേഖലയ്ക്ക് ലഡാക്കിനും കാരക്കോറത്തിനും സസ്കറിനും ഒക്കെ മഴ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഹിമാലയം സൗത്തിൽ ഒരു മഴ ബാരിയർ എന്ന പോലെ മതിൽ കെട്ടിയ പോലെ താഴെ ഒരുത്തം നിൽക്കുന്നതുകൊണ്ട് അവിടെ ഇങ്ങോട്ടേക്ക് മഴ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, റൈറ്റ്. വെജിറ്റേഷൻസ് ഒക്കെ താരതമ്യേന വളരെ കുറവാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ടെമ്പറേച്ചറിൻ്റെ ഹാർഷ്നെസ്, രണ്ട് അവിടുത്തെ ഭൂപ്രകൃതിയിൽ കൂടുതലും പാറകളാണ്, മണ്ണിനം കുറവാണ്. പിന്നെയുള്ളത് ഈ മഴ പോലുള്ള കണ്ടീഷൻസ് വളരെ കുറവാണ് എന്നൊക്കെ ഉള്ളത് കൊണ്ട് വെജിറ്റേഷൻസ് വളരെയധികം ശോകമാണ് ശരിക്കും പറഞ്ഞാൽ ട്രാൻസ് ഹിമാലയൻ മേഖലകളെന്ന് പറയേണ്ടി വരും. ദ വെജിറ്റേഷൻ ഇൻ ദി ലോവർ റീച്ചസ് കൺസിസ്റ്റ് ഓഫ് ആൽപൈൻ ഗ്രാസ്ലാൻഡ്, സ്ക്രബ്ലാൻഡ് and some sparse forest, while the higher areas are generally barren with only hardy plants such as lichens, mosses and alpine shrub able to survive. ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കൂടുതലും ഈ ബുഷസ് ടൈപ്പിലൊക്കെ വരിക, അല്ലെങ്കിൽ വളരെ മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള ലൈക്കൻസ്, മോസസ്, പായലോ ഒക്കെ പോലുള്ള ചെറിയ ചെറിയ ഓർഗാനിസംസും ചെറിയ ഫോറസ്റ്റ് ലാൻഡുകളും ഒക്കെ, ചെറിയ ചെറിയ സ്ക്രബ് ലാൻഡുകളും ഫോറസ്റ്റ് ലാൻഡുകളും ഒക്കെയാണ് താഴ്ന്ന നിരകളിൽ കാണാൻ പറ്റുക. ഉയരങ്ങളിലേക്ക് പോയി അതുപോലും കാണാൻ പറ്റില്ല. കൂടുതലും ഡ്രൈ ലാൻഡുകളും ബാരൻ ലാൻഡുകളുമായിട്ട് കാണാൻ പറ്റുന്ന പ്രദേശവുമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ ഈ പ്രദേശത്തെ വെജിറ്റേഷൻ്റെ സാഹചര്യം നോക്കുമ്പോൾ ഫൗന നോക്കുമ്പോഴും അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും വലുതായ മാറ്റം പറയാനൊന്നുമില്ല, താരതമ്യേന കുറവ് തന്നെയാണ്. ഇപ്പോൾ സ്നോ ലെപ്പേർഡ് പോലുള്ള, അപ്പോൾ നമുക്ക് ഈ ഹിമ പുലി എന്നൊക്കെ നമ്മൾ പറയൂലേ, സ്നോ ലെപ്പേർഡ് ഉണ്ട്, എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഒക്കെയാണ്, വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നതിനായി നമ്മുടെ ഹെമിസ് നാഷണൽ പാർക്ക് പോലുള്ള നാഷണൽ പാർക്കുകളിലും മറ്റൊക്കെ ഇവനെ കാണാൻ പറ്റും. നമ്മൾ അങ്ങോട്ടൊക്കെ പോയാൽ കാണാനൊക്കെ പറ്റുമെന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ ബ്ലൂ ബെയർ ഉണ്ട്, കരടി, നല്ല നീല നിറത്തിലെന്നാണെങ്കിൽ ഡാർക്ക് ബ്ലൂ കളറാണ് കേട്ടോ, അതുകൊണ്ട് കറുപ്പ് പോലെ തോന്നുന്നതാണ്. ബെയറുണ്ട്, പിന്നെ ഒരു ആൻറ്റിലോപ്പ് ഉണ്ട്, പിന്നെ വൾച്ചർ, ചില കഴുകന്മാർ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ ഭാഗങ്ങളിൽ കാണാൻ പറ്റും. പിന്നെയുള്ള ഒരു പ്രധാന ഐറ്റം യാക്കാണ്. യാക്ക് പക്ഷേ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, വൈൽഡായിട്ടും അവിടെ യാക്കിനെ കാണാൻ സാധിക്കും. നമ്മൾ ഈ കാട്ടുപോത്തിനെയൊക്കെ പോലെ തന്നെ കുറച്ചുകൂടി വലുപ്പവും കുറച്ചുകൂടി രോമമൊക്കെ ഉള്ളൊരു എന്താ പറയുക ഐറ്റമാണ് ഈ യാക്കെന്ന് പറയുന്നത്. നിങ്ങൾ അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും കാണുന്ന എന്ത് വൈൽഡ് ലൈഫ് എന്ന് പറയാൻ പറ്റുക. വൈൽഡ് ലൈഫ് ഇൻക്ലൂഡ് സ്പീഷീസ് അഡാപ്റ്റഡ് ടു ദി എക്സ്ട്രീം കോൾഡ് സച്ച് ആസ് ടിബറ്റൻ ആൻറ്റിലോപ്പ്, സ്നോ ലെപ്പേർഡ്, ടിബറ്റൻ വൈൽഡ് ആസ് ആണ് ഇവൻ. നമ്മൾ ഈ ഒരു കഴുത എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ, കഴുതെന്ന് പറയാമെന്നല്ല, കഴുത തന്നെയാണ്. ഈ കശ്മീർ മേഖലയിലും ഈ ലഡാക്ക് കാരക്കോറം മേഖലയിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നിങ്ങളെ കുതിര റൈഡാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ പുറത്തൊക്കെ കയറ്റി കൊണ്ടുപോകും. കുതിര റൈഡാന്നല്ല, ആൻറ്റിലോപ്പ് വൈൽഡാസിൻ്റെ റൈഡ് തന്നെയാണ് എന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ആശാന്മാരെ അങ്ങനെ ആൾക്കാർ അവിടെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നുള്ളത് യാക്കും പിന്നെ ബ്ലൂ ബെയറും എന്നാ ഞാൻ പറയാം, ടിബറ്റൻ ബ്ലൂ ബെയർ എന്നാണ് വിളിക്കാം. ഇതൊക്കെ വളരെ റെയറായിട്ടുള്ള സ്പീഷീസാണ്, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, അപകടകാരിയും ഒക്കെ തന്നെയാണ് ആശാന്മാർ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കരടികളെ പ്രത്യേകിച്ച്. ഓക്കെ, റൈറ്റ്. ഇതൊക്കെയാണ് ഈ ഒരു പ്രദേശത്ത് കാണുന്ന പ്രധാന ആനിമൽ സ്പീഷീസ് എന്നതും മനസ്സിലാക്കാൻ സാധിക്കും. മൗണ്ട് കെ2 മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു ഗോഡ്വിൻ ഓസ്റ്റിൻ. 8861 മീറ്ററാണ് ഉയരം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ കൊടുമുടി, ഇന്ത്യയിലെ ഏറ്റവും വലുത്. അപ്പോൾ അത് തന്നെ എഴുതിയിരിക്കുന്നത് മൗണ്ട് കെ2 ദ വേൾഡ് സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ആൻഡ് ഇന്ത്യാസ് ഹയസ്റ്റ് പീക്ക് ഈസ് ഇൻ ദി കാരക്കോറം റേഞ്ചസ്. കെ2 ഈസ് ഓൾസോ നോൺ ആസ് ചെഗോരി. പാക്കിൽ നമ്മൾ ചെഗോരി എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്നുണ്ട് മൗണ്ട് കെ2വിനെ. അതുപോലെ ദ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓൺ ഇന്ത്യ, ദ ഇന്ദിര പോയിന്റ് ഇസ് ഓൾസോ സിറ്റുവേറ്റഡ് അറ്റ് ദി കാരക്കോറം റേഞ്ച്, ഒബ്വിയസ്ലി ബിക്കോസ് ഇന്ത്യയുടെ ഏറ്റവും വടക്കൻ മോസ്റ്റ് പ്രദേശത്ത് വരുന്ന പർവ്വതനിരയാണ് ഈ പറയുന്ന കാരക്കോറം റേഞ്ച് എങ്കിൽ
ഇന്ത്യയുടെ ഏറ്റവും വടക്കൻ മോസ്റ്റ് വരുന്ന പോയിന്റ് ഇതിൽ ഉൾക്കൊള്ളണം. ഈ കാരക്കോറം നിരയുടെ ഭാഗമായിട്ട് വരേണ്ടത് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്ദിരാ പോയിന്റിനെയും ഉൾക്കൊള്ളുന്നു മനസ്സിലാക്കാം. അതുപോലെ ഈ ഏറ്റവും വടക്കായിട്ട് ഇന്ത്യയിൽ ഹാബിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യവാസമുള്ള സ്ഥലം എന്ന് കണക്കാക്കുന്ന പ്രദേശം, ഏറ്റവും വടക്കായിട്ടുള്ള പ്രദേശത്തിനെ ദ്രാസ് എന്നാണ് നമ്മൾ വിളിക്കുക. ആ ദ്രാസിനെ ലഡാക്കിലേക്കുള്ള കവാടം, ദ ഗേറ്റ് വേ ടു ലഡാക്ക് എന്നും വിളിക്കും. ആ ദ്രാസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് സസ്കർ റേഞ്ചിലാണ്. ആലോചിച്ച് നോക്കണം. അതായത് വടക്കൻ മോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും തണുപ്പുള്ള, ഏറ്റവും വടക്കൻ മോസ്റ്റ് ആയിട്ടുള്ള ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ് ഏത്, ഈ ദ്രാസ് എന്ന് പറയുന്നത്. ആ ദ്രാസാണ് ഇന്ത്യയിലെ ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഹാബിറ്റഡ് പ്ലേസ് എന്നും നമുക്ക് കണക്കാക്കാൻ പറ്റുക. കോൾഡസ്റ്റ് ആയിട്ടുള്ള ഇൻഹാബിറ്റഡ് പ്ലേസ് എന്നും കണക്കാക്കാൻ പറ്റുക. പിന്നെ സിയാച്ചിൻ ഗ്ലേഷ്യറിനെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. മൂന്നാം ധ്രുവം, തേർഡ് പോൾ എന്നറിയപ്പെടും. 2 പോളുണ്ട് നമുക്ക്, ആർട്ടിക് പോൾ ആൻഡ് അന്റാർട്ടിക് പോൾ അല്ലേ. ആ 2 പോളുകൾക്ക് പുറമെ ലോകത്ത് മൂന്നാമത്തെ ഒരു ധ്രുവമുണ്ടെങ്കിൽ അത്ര കണ്ട മഞ്ഞ് ഉറങ്ങി നിൽക്കുന്ന ഒരു പ്രദേശത്തെ, അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പോൾ എന്നുള്ള രീതിയിൽ വിളിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വരുന്ന ഒരു മഞ്ഞുറഞ്ഞ പ്രദേശമാണ് ഈ സിയാച്ചിൻ ഹിമാനി എന്ന് പറയുന്നത്. സിയാച്ചിൻ ഗ്ലേഷ്യർ അത്ര വലുതുമാണ്. വിച്ച് ഈസ് ദി വേൾഡ്സ് സെക്കൻഡ് ലോങ്സ്റ്റ് നോൺ പോളാർ ഗ്ലേഷ്യർ. എവിടെയാണ് അറിയപ്പെടുന്നത്, എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, കാരക്കോറം നിരയുടെ ഭാഗമായിട്ട്. ഈ സിയാച്ചിൻ ഗ്ലേഷ്യറിൽ ഇന്ത്യയുടെ കൺട്രോളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് 1984 അന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കണ്ടക്ട് ചെയ്ത ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മേഘദൂത് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓപ്പറേഷൻ മേഘദൂത്. ഈ സിയാച്ചിൻ ഹിമാനി പ്രദേശം എന്ന് പറയുമ്പോൾ തീർത്തും മഞ്ഞണിഞ്ഞ് വെള്ള നിറത്തിൽ മേഘം പോലെ കിടക്കുന്നത് കൊണ്ട് ഓപ്പറേഷൻ മേഘദൂത് എന്ന് വിട്ടിരിക്കുന്നത് ഹിമാനി പിടിച്ചടക്കാൻ, ഏത് ഹിമാനി, സിയാച്ചിൻ ഹിമാനി പിടിച്ചടക്കാനുണ്ടായ മിഷന് വിളിച്ച പേരാണ് എന്നത് മനസ്സിലാക്കാം. 1984. ന്യൂബ്രയാണ് ഈ ഒരു സിയാച്ചിൻ ഗ്ലേഷ്യറിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത് ഒഴുകുന്ന നദി എന്നത് മനസ്സിലാക്കുക. അതൊരു ഫാക്ച്വൽ ഇൻഫർമേഷൻ മാത്രമാണ്. അതുപോലെ ബാൽത്തോറോ ഗ്ലേഷ്യർ, സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലേഷ്യർ ഇൻ ദി ഹിമാലയൻ റീജിയൻ, അതും എവിടെ തന്നെയാണ് കാണുന്നത്, കാരക്കോറം. അപ്പോൾ ഈ സിയാച്ചിൻ ഗ്ലേഷ്യർ ആയിക്കോട്ടെ, ബാൽത്തോറോ ഗ്ലേഷ്യർ, രണ്ടാമത്തെ ഏറ്റവും വലുത് സിയാച്ചിൻ, രണ്ടാമത്തേത് ബാൽത്തോറോ. ആ ബാൽത്തോറോയും കാണുന്നത് എവിടെ തന്നെയാണ്, കാരക്കോറം നിരയുടെ ഭാഗം തന്നെയാണ്. കറുത്ത കല്ല്, ബ്ലാക്ക് സ്റ്റോൺ എന്നതാണ് ടർക്കിഷിൽ കാരക്കോറത്തിൻ്റെ മീനിങ് വരുന്നത്. ഇതിനെ സാൻസ്ക്രിറ്റിൽ കൃഷ്ണഗിരി എന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. കാരക്കോറം നിരകളെ സംസ്കൃതത്തിൽ കൃഷ്ണഗിരി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടർക്കിഷ് വേർഡ് മീനിങ് എന്ന് പറയുന്നത് കാരക്കോറം, കരി എന്നൊക്കെ വല്ല ആലോചിച്ചാൽ, കരി എന്നൊക്കെ വല്ല ആലോചിച്ചാൽ മതി. ബ്ലാക്ക് സ്റ്റോൺ. കോറം എന്നുള്ളതിന് നമുക്ക് സ്റ്റോണായിട്ട് കൺസിഡർ ചെയ്യാൻ അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ വേറെ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ തന്നെ പഠിച്ചിരിക്കേണ്ടി വരും നിങ്ങൾ. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ട്രാൻസ് ഹിമാലയൻ നിരകളുടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ടോട്ടൽ വസ്തുതകൾ. അപ്പോൾ നമ്മളിത് ഡിസ്കസ് ചെയ്തതിൽ നോർത്തേൺ മൗണ്ടൻസ് പൂർണ്ണമായി തീർത്തിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നോർത്തേൺ മൗണ്ടൻസിലെ ഒരു മേഖലയായ ട്രാൻസ് ഹിമാലയൻ റീജിയനെ മാത്രമാണ് നമ്മൾ പരിശോധിച്ച് പോയത്. ട്രാൻസ് ഹിമാലയത്തിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം ഇതിനകത്തുനിന്ന് കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ പരിഗണിക്കും. ആ ചോദ്യങ്ങളെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും, നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടാവും. സോ യു വിൽ ബി എക്വിപ്ഡ് ഫോർ ദിസ് പെർട്ടിക്കുലർ ഏരിയ. അപ്പോൾ ട്രാൻസ് ഹിമാലയം എന്ന മേഖലയെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൃത്യമായ ഒരു അവയർനെസ് അതിൽ നിന്ന് അത് കഴിയുമ്പോൾ ഉണ്ടാവും. യു വിൽ ബി എക്സാം റെഡി ആൻഡ് കോൺഫിഡൻറ്റ് ഇനഫ് ടു അറ്റൻഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് റേഞ്ച്. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉത്തരപർവ്വത മേഖലയിൽ ഒരു ചെറിയ പോർഷനായ ട്രാൻസ് ഹിമാലയം. സിമ്പിൾ അല്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ ഒരല്പം അല്ലെങ്കിൽ കുറച്ച് ഫാക്റ്റുകളും ഇൻഫർമേഷൻസും ഇതുമായി ബന്ധപ്പെട്ടത് അവിടെ പഠിക്കാൻ കിടപ്പുണ്ടായിരുന്നു. ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റാവുന്ന വസ്തുതകളെ ഞാൻ അതിനകത്തൊന്ന് ഇൻക്ലൂഡ് ചെയ്ത് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് പോയിട്ടുമുണ്ട്. അതിനങ്ങനെ തന്നെ പരിഗണിക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് കാണാണ്ട് പഠിച്ച് ബുദ്ധിമുട്ടേണ്ടി വരില്ല. എന്നിരുന്നാലും ഇൻഫർമേഷൻസ് ഉണ്ട്, ഫാക്റ്റുകൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാനുണ്ട്. പല പുതിയ പേരുകൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടു. പുതുതായി PSC പഠിക്കുന്ന കുട്ടികൾക്ക് ആ പേരുകളും മറ്റുമൊന്ന് എന്താ പറയുക യൂസ് ടു ആകാനായിട്ട് ഒരല്പം സമയമെടുത്തേക്കും. പക്ഷേ ബിലീവ് മീ, വളരെ എളുപ്പമാണ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ് ഹിമാലയം അല്ലെങ്കിൽ അടുത്ത ഹിമാലയത്തിൽ നിന്നെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടും ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്തുനിന്ന് കേട്ടോ. അതുകൊണ്ട് അടുത്തൊരു മേഖലയും ഒക്കെ പഠിക്കണം. ഇത് മാത്രം പഠിച്ചിട്ടാണ് ഒരു ചോദ്യത്തിനുള്ള ആയാലും ഇനി ഇത് പഠിക്കേണ്ട, അടുത്ത വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കാമെന്ന് കരുതി പോരുത്. ഇത് ഇനിയും നമുക്ക് ഒരുപാട് പഠിച്ച് മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, റൈറ്റ്. സോ ദാറ്റ് ബീയിങ് സോ, ട്രാൻസ് ഹിമാലയം എല്ലാവർക്കും മനസ്സിലായെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ഒരു നോർത്തേൺ മൗണ്ടൻസിൻ്റെ പാർട്ട് 1 സെഷൻ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു കണ്ടന്റുമായിട്ട് കാണാം. അതുവരെ ഏവർക്കും നമസ്കാരം. താങ്ക് യു.